കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിൽ പാപബോധം വളരും. നമ്മുടെ അവസ്ഥയെ പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർമ്മയിൽ കൊണ്ടുവരും. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതാണല്ലോ നമ്മുടെ പൊതുവേ ഉള്ളൊരു ശൈലി. ഞാൻ ഓക്കെ ആണ്, നിങ്ങൾ ആരും ശരിയല്ല. എന്നാൽ നന്നായി കുരിശിന്റെ വഴിയൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു കൃപ എന്താണെന്നറിയാവോ? എൻ്റെ പാപ അവസ്ഥകള് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് തരും. ഒരു വചനഭാഗം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാമല്ലോ എല്ലാവരും. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. ഹല്ലേലൂയ. അതായത് ഇതാ ശിഷ്യന്മാര്, ആദിമ ക്രൈസ്തവ ജനത, അവര് പ്രസംഗിച്ചത് എന്തിനെ കുറിച്ചാണ്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കുരിശിന്റെ വഴിയാണ് അവര് ദൈവജനത്തെ പഠിപ്പിച്ചത്. അവര് പോയ ഇടങ്ങളിലൊക്കെ അവരുടെ പ്രസംഗത്തിന്റെ ഒരേ ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അത്? കുരിശിൽ തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ദൈവജനത്തെ അവര് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തിനാ? നീ എന്നും കുരിശിനെ ധ്യാനിക്കണം, കുരിശിലെ ഈശോയെ ധ്യാനിക്കണം. ഈ കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നതനുസരിച്ച് അവരിലേക്ക് നിറയപ്പെട്ടത് ഈ പാപബോധം. അതായത് എൻ്റെ കുറവുകൾ, അത്രയും നാളും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി, എന്നാൽ ഈ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്നതനുസരിച്ച് അവരുടെ ഉള്ളിൽ കൃത്യമായി ചില ബോധ്യങ്ങൾ നിറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പാപബോധം മനസ്സിലാക്കുവാൻ, ബോധ്യത്തിൽ വളരാൻ കുരിശിന്റെ വഴി എന്ന സുന്ദരമായ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പാപബോധം വളരും. പാപബോധം വളരും. പാപത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുമെന്ന്.